അല്പ മിനിറ്റുകൾ നമ്മുടെ മുൻപിലുണ്ടല്ലോ. 12 മണി മുതൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. അതിന് മുൻപായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ ദൈവത്തിൽ ചിന്തിച്ചെന്തായിരുന്നോ? മുദ്രയിടപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ മുദ്രയിടപ്പെട്ടിട്ടുണ്ടോ? അതായിരുന്നു നമ്മുടെ തീം അല്ലെ, ടൈറ്റിൽ. 2 മുദ്രയെ കുറിച്ച് ഞാൻ പറഞ്ഞു അല്ലേ? പറഞ്ഞു. അത് നമ്മൾ തുടങ്ങിയത്. നമ്മള് മുദ്ര ഇടുന്നത് എന്തിനാ? നമ്മളെ മുദ്ര ഇടപ്പെട്ടിരിക്കുന്നോ? ഒന്ന് വായിച്ചേ, വായിച്ചേ. എഫേസ്യ ലേഖനം 1:14. 2-3 വാക്യങ്ങൾ നമ്മൾ വായിച്ചായിരുന്നു. ആ വാക്യം നമ്മൾ പഠിച്ചത് അല്ലേ? ആ വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട്, തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരം ഒക്കെ എന്താ നമ്മൾ കഴിഞ്ഞ ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച അച്ചാരം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചായിരുന്നു. ഗ്യാരണ്ടി. അപ്പൊ നമുക്കൊരു ഗ്യാരണ്ടി തന്നിരിക്കുക. എന്തിനാ ഗ്യാരണ്ടി തന്നേക്കുന്നതെന്ന് അറിയാമോ? ആദ്യം പറഞ്ഞോ, നമുക്കിവിടെ എന്തുണ്ട്? ഒരു വീണ്ടെടുപ്പുണ്ട്. ആ വീണ്ടെടുപ്പിനു വേണ്ടി, ആ വീണ്ടെടുപ്പ് 100% ഉറപ്പാണെന്നുള്ളതിന്റെ ഗ്യാരണ്ടി ആണ് എന്ത്? പരിശുദ്ധാത്മാവിന്റെ മുദ്ര നമ്മുടെ മേൽ എന്ത് ചെയ്തിരിക്കുക? തന്നിരിക്കുക. ഓർമ്മയുണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതൊക്കെ? അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എടുക്കപ്പെടുമെന്നുള്ളതിന്റെ ഉറപ്പ് മനസ്സിലായോ? നമ്മള് 4-ാം അധ്യായം 30-ാം വാക്യം വായിച്ചപ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ വായിച്ചത്, അവനാലല്ലോ വീണ്ടെടുപ്പ് നാളിലേക്ക് നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? മുദ്രയിട്ടിരിക്കുന്നു. കണ്ടോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. കണ്ടോ? അവനാൽ. അപ്പൊ ഇവിടെ ഈ അവൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആരെയാണ്? നിങ്ങൾ ആ വാക്യം മൊത്തം വായിച്ചു നോക്കിയേ. അപ്പൊ ഇവിടെ അവനാരാ? പരിശുദ്ധാത്മാവ്. കാരണം പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്, ഒരു വ്യക്തിത്വമാണ്. ഈ വ്യക്തിത്വത്തെ എന്ത് ചെയ്യത്തുള്ളൂ? എങ്ങനെ വിളിക്കത്തുള്ളൂ? ഇവിടെ പറയുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. കാരണം അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിലേക്ക്. കണ്ടോ? മറ്റേടത്ത് എന്താ പറഞ്ഞത്? തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി. അങ്ങനെയല്ല നമ്മളോട് വായിച്ചത്. ഇവിടെയും പറഞ്ഞിരിക്കുന്നത് വീണ്ടെടുപ്പ് നാളിലേക്ക് നമ്മെ എന്ത് ചെയ്തിരിക്കുക? മുദ്രയിട്ടിരിക്കുക. ഈ ഇടപ്പെടാത്ത വന്നാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? നമുക്ക് ഈ മുദ്ര മക്കളെ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾ ഇംഗ്ലീഷ് പോയിക്കോണം. ഈ മുദ്ര നമ്മുടെ മേൽ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? മനസ്സിലായി? എടുക്കപ്പെടത്തില്ല. നമ്മള് ശ്രദ്ധിച്ചോണം. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് വചനം പറയുന്നതാ. വീണ്ടെടുപ്പ് നാള് അടുത്തു വരുക. കാഹളം തൊലിക്കാൻ പോവുക. അപ്പം ഒരു കാര്യം നമ്മൾ ഓർത്തോണം, അന്ന് നാം എടുക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ മുദ്ര ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? എടുക്കപ്പെടത്തില്ല. അപ്പൊ എന്ത് ചെയ്തോണം? പരിശുദ്ധാത്മാവിനാലുള്ള മുദ്ര നാം എന്ത് ചെയ്തോണം? ഏറ്റോണം. നമ്മൾ തെസ്സലോനിക്ക ലേഖനം നമുക്കെല്ലാം അറിയാവുന്ന വാക്യമാണ്. തെസ്സലോനിക്ക ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ 1 തെസ്സലോനിക്ക ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിന്റെ 4-ാം അധ്യായം
14 വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം എന്ത് ചെയ്യും? നിങ്ങൾ ആ വാക്യം വായിച്ചപ്പോഴേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? അവിടെ എഴുതിയിരിക്കുന്നത് യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും എന്ത് ചെയ്യും? ഈ നിദ്ര കൊണ്ടവരെയും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ എങ്ങനെ തന്നെ? യേശു മരിച്ചു, പിന്നെന്ത് ചെയ്തു? ജീവിച്ചെഴുന്നേറ്റു. അങ്ങനെ തന്നെ. അപ്പൊ യേശു എങ്ങനെയാണോ ഉയർത്തെഴുന്നേറ്റത്, അങ്ങനെ തന്നെ മരിച്ച ഏതു വ്യക്തിയെയും ആണോ? ആണോ അല്ല, പിന്നെ ക്രിസ്തുവിൽ മരിച്ച ഏത് വ്യക്തിയെയും, നമ്മുടെ എഫേസ്യ ലേഖനത്തിൽ വായിച്ച പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട ഏത് വ്യക്തിയെയും എന്ത് ചെയ്യും? അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എഴുന്നേൽപ്പിക്കും. കണ്ടോ? അപ്പൊ ശ്രദ്ധിച്ചേ, ഈ കർത്താവിന്റെ വരവിങ്കൽ നമ്മളെല്ലാം എടുക്കപ്പെടുമെന്നൊക്കെ ഇപ്പൊ സഭയിൽ നമ്മൾ പറയുമ്പോ നമ്മളെല്ലാം എടുക്കപ്പെടും എന്നാ പറയുന്നത് അല്ലെ? ഇവിടെ ശ്രദ്ധിക്കണേ, നമ്മളിപ്പോ ഇവിടെ പറയുക, നമ്മളെങ്ങനെയാ പറയുന്നത്? നമ്മളെല്ലാം എന്ത് ചെയ്യും? സത്യത്തിൽ പോവും. ഓർമ്മിച്ച ഇപ്പൊ നമ്മളിവിടെ ഇരുന്ന് പറയുക, ഇപ്പൊ നമ്മളിപ്പോ എല്ലാവരും പോകുന്നവരെ അത് പോട്ടെ, നമ്മൾ വലിയൊരു സഭയെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഒരു 500 പേര് കൂടിയിരിക്കുക. അപ്പൊ പറയാൻ പറ്റുമോ ഇതിൽ കുറച്ച് പേര് പോകും കുറച്ച് പേര് പോകത്തില്ലെന്ന് പറയാൻ പറ്റും? പറയാൻ പറ്റുമോ ചോദിച്ചാൽ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. അന്ന് തന്നെ പാസ്റ്റർ അവിടെ നിന്ന് പോയിരിക്കും. ഇവിടെ പറയുന്നത്, നമ്മൾ അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അപ്പൊ നോക്കിയേ, ഈ നിദ്ര കൊണ്ടവർക്ക് ഒരു പ്രയോറിറ്റി ഉണ്ട്. അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്? കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം. ഈ നാം എന്ന് പറയുന്ന ആരാ? ആരാ? നിങ്ങൾ ശ്രദ്ധിച്ചേ, ആരാ ഈ നാം എന്നാണ് പറഞ്ഞത്? ഇംഗ്ലീഷ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഒരേ വാക്കിട്ട് ഈ നാം എന്ന് പറയുന്നവരാരാ? മുദ്രയിടപ്പെട്ട് ജീവനോട് ഇവിടെ ഇരിക്കുന്നവര്. ശ്രദ്ധിച്ചോണം, മുദ്രയിടപ്പെട്ട്. എന്തിനാൽ മുദ്രയിടപ്പെട്ടവര്? പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട് അന്നും ജീവനോട് ശേഷിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ട്. മനസ്സിലായോ? ആ തലമുറയെ കുറിച്ച് പറയുന്നത് നിദ്ര കൊണ്ടവർക്ക് മുമ്പാകത്തില്ല. പിന്നെ എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. എന്നിട്ട് അടുത്തന്നെ പറഞ്ഞിരിക്കുന്നത്, നമുക്കറിയാവുന്ന നോക്കിയാ, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനങ്ങളുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും, പിന്നെ ക്രിസ്തുവിൽ മരിച്ചവർ, നിദ്ര കൊണ്ടവർ, മുദ്രയിടപ്പെട്ട്. അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേ, ഈ മരിച്ചു കഴിഞ്ഞാൽ ഈ മുദ്രയ്ക്ക് മാറ്റം വരുന്നുണ്ടോ? ഇല്ല. അതാ രസം. കർത്താവ് ഈ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ മുദ്രയിട്ട് കഴിഞ്ഞാൽ ഈ മുദ്ര ഈ മരണത്തോട് എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. കാരണം ഈ മുദ്ര ഇവിടെ നമ്മുടെ ഉള്ളിൽ ഈ മുദ്ര വീണ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? സ്വർഗത്തിൽ എന്ത് ചെയ്തിരിക്കുക? അത് ഫീഡായിരിക്കുക. നിങ്ങൾ മരിച്ചാലും, നിങ്ങള് ഇനി വെള്ളത്തിൽ ഒഴുകിപ്പോയാലും, നിങ്ങളെ കാട്ടുമൃഗം പിടിച്ചു തിന്നാലും ഈ മുദ്രയ്ക്ക് എന്ത് വരുന്നില്ല, മാറ്റം വരുന്നില്ല. നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ ഒരു വാക്യം വായിച്ചു, അവരെല്ലാവരും ഭൂമിയിൽ തങ്ങൾ
അന്യരും പരദേശികളുമെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട്, ബാക്കി ഓർമ്മയുണ്ടാക്കിയാലും എങ്ങനെ മരിച്ചു? യെസ്, വിശ്വാസത്തിൽ മരിച്ചു. അങ്ങനെ എഴുതിയിരിക്കുന്നത് 11-ാം അധ്യായം ആ കണ്ടോ? ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അപ്പൊ നോക്കിക്കേ, ഇവർ ഈ വിശ്വാസത്തിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ഈ നമ്മളിപ്പോ പഠിച്ച വാക്യം ഇതുകൊണ്ടൊന്ന് കണക്ട് ചെയ്ത് നിങ്ങൾ നോക്കിക്കേ. ഞങ്ങൾ പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്തു? മുദ്രയേക്കപ്പെട്ടു. വീണ്ടെടുപ്പ് നാളിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പ് ദിവസത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വിശ്വാസത്തിൽ അവരെന്ത് ചെയ്തു? മരിച്ചു. നോക്കിക്കേ, അവരുടെ വിശ്വാസം എന്ത് ചെയ്തു? സ്വർഗത്തിൽ എന്തായിട്ട് എഴുതി? നീതിയായിട്ട് കണക്കിട്ടു. നമ്മൾ വായിക്കുന്നില്ലേ, അവരുടെ വിശ്വാസത്തെ എന്ത് ചെയ്തു? നീതിയായിട്ട് കണക്കിട്ടു. നോക്കിക്കേ, അവരിവിടെ മരിച്ചു. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോഴും അവരുടെ വിശ്വാസത്തെ, അവരെങ്ങനെയാണോ മരിച്ചത്, ഈ ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് അവർ ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ മരിച്ചു. കാരണം ഞാൻ മുദ്രയേക്കപ്പെട്ടു, ഇനി വീണ്ടെടുപ്പ് നാളിൽ ഞാൻ എന്ത് ചെയ്യും? ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വിശ്വാസത്തോടെ അവരെന്ത് ചെയ്തു? മരിച്ചു. ഇനി ഒരു കാര്യം നമ്മൾ വായിച്ചില്ലേ, അച്ചാരം നൽകിയ നമ്മളൊരു വാക്ക് വായിച്ചില്ലേ, ഗ്യാരണ്ടി. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് മരിച്ചു പോയാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോഴേ അവര് ഇൻഷുറൻസ് എടുക്കുന്നവര് ഈ മരിച്ചു കഴിയുമ്പോഴാണ് കൂടുതൽ പൈസ കിട്ടുന്നത്, അല്ലേ? അല്ലേ ചോദിച്ചാ? ഈ കൂടുതൽ പൈസ കിട്ടുമ്പോൾ ഈ പൈസ നമുക്ക് മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അറിയുന്ന പൈസ കിട്ടുമോ കിട്ടത്തില്ലയോ? അറിയാമോ? നമ്മൾ അറിയുന്നുണ്ടോ? അറിയുന്നില്ല. പക്ഷേ അവരെന്ത് ചെയ്യും? നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന ഉടനെ അവരവരുടെ ഇതെല്ലാം കൂടെ എഴുതിയിട്ട്, ഇപ്പൊ LIC ആണെങ്കിൽ LIC അല്ലെ വേറെ ഏതെങ്കിലും ഒരു ഇതാണെങ്കിൽ അവര് ഒരു സർട്ടിഫിക്കറ്റ് അവിടെ തരും, ഇല്ലേ? കണ്ടില്ല? നിങ്ങളുടെ ഇരിപ്പുണ്ടോ? നിങ്ങളാരും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. തരും. ഈ സർട്ടിഫിക്കറ്റ് എന്താ? പ്രൂഫാ, ഗ്യാരണ്ടിയാ. ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഈ ഇൻഷുറൻസ് എടുത്ത ആള് മരിച്ചു പോയാൽ നോമിനി ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യും? ഈ സർട്ടിഫിക്കറ്റുമായിട്ട് എവിടെ ചെല്ലും? ഇൻഷുറൻസിന്റെ ഓഫീസിൽ ചെല്ലും. അവർ ഉറപ്പ് തന്നിരിക്കുക, ആളെന്ത് ചെയ്തു? മരിച്ചു. നിങ്ങൾ നോക്കിക്കേ, ആളെന്ത് ചെയ്തു? ഈ പേപ്പറൊക്കെ കൈ മേടിച്ച് വെച്ച ആളെന്ത് ചെയ്തു? അന്ന് മരിച്ചു. പക്ഷെ പുള്ളിക്ക് ഉറപ്പ് കൊടുത്തിരിക്കുക. ആര്? കമ്പനി ഉറപ്പ് കൊടുത്തിരിക്കുക, നീ മരിച്ചാൽ നിന്റെ അവകാശിക്ക് നീ അടച്ച ഇത്രയും തുകയുടെ ചേർത്ത് ഞങ്ങൾ എന്ത് ചെയ്യും? 50 ലക്ഷത്തിന്റെ ആണെങ്കിൽ നീ 5 ലക്ഷം അടച്ചുള്ളതിലും മരിക്കുമ്പോൾ നിനക്ക് എത്ര ഞങ്ങൾ തരും? 50 തരുമെന്നുള്ള ഗ്യാരണ്ടി പേപ്പറാണ് കയ്യിലോട്ട് എന്ത് ചെയ്യുന്നത്? തന്നത്. പക്ഷേ ഈ ഗ്യാരണ്ടി പേപ്പർ മേടിച്ച ആളെന്ത് ചെയ്യും? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഗ്യാരണ്ടി പേപ്പർ മേടിച്ച ആളെന്ന് മരിച്ചുപോയി. പക്ഷേ ഗ്യാരണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പം വന്നോ? അവിടെ ചെല്ലുമ്പോൾ പറയുക, ഞങ്ങൾ മരിച്ച ആളെന്നല്ലയോ ഗ്യാരണ്ടി കൊടുത്ത്, ഇനി ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല. പറയാൻ പറ്റുമോ അവർക്ക്? പറ്റത്തില്ല. കാരണം അവര് ഗ്യാരണ്ടി തന്നിരിക്കുക. അച്ചാരമായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് എഴുതി നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. നോക്കിക്കേ, അവര് മരിച്ചു, സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്തില്ല? മരിച്ചില്ല. അവരുടെ ഇൻഷുറൻസ് എന്ത് ചെയ്തില്ല? മരിച്ചു പോയില്ല. ആള് ചെന്ന് എന്ത് ചെയ്തു?
മേടിച്ചു. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുന്നത് ഞാൻ വിശ്വസിക്കുന്നു. നോക്കിക്കേ, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഭൂമിയിൽ പറഞ്ഞോ, ഞങ്ങൾ നോക്കിക്കേ, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടു. നിങ്ങൾ പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിൽ അന്യനാണ്, പരദേശിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വാസത്തിൽ എന്ത് ചെയ്തു? മരിച്ചു. ഓർത്തെ, നിങ്ങളുടെ വിശ്വാസം മരിച്ചില്ല. നിങ്ങളുടെ മേൽ വീണ പരിശുദ്ധാത്മാവിന്റെ മുദ്ര എന്ത് ചെയ്തില്ല? അതോടെ തീർന്നു പോയില്ല. വീണ്ടെടുപ്പ് നാളിൽ നമ്മളിവിടെ വായിച്ചു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിശ്വാസത്തിൽ മരിച്ചവർ. അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിട്ട് മരിച്ചവർ മുമ്പ് ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീരും. ദൈവമക്കളെ, ഈ പ്രത്യാശയാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. മനസ്സിലായോ? ഈ പ്രത്യാശ ഇല്ലാതെ നമ്മൾ ഈ ഭൂമിയിൽ എന്ത് ചെയ്താലും എന്തില്ല, ഒരു ഫലവുമില്ല. കാരണം തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് അടുത്ത പറയുന്ന അതിന്റെ മുകൾ ഭാഗത്ത് പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത്. അപ്പൊ നോക്കിക്കേ, ഈ പ്രത്യാശ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. പൗലോസ് സദാ പറഞ്ഞ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ. ഈ മറ്റുള്ളവരാരാ? ഇത് ഉറപ്പില്ലാത്തവര്. നമ്മൾ ഈ ചർച്ചിലൊക്കെ വരുവാണെങ്കിലും ഇതിനായിട്ട് നമുക്ക് വലിയ ഉറപ്പൊന്നും നമുക്ക് ഇല്ല. ഈ ഉറപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് എന്ത് ചെയ്യണം? ജീവിക്കണം. പിന്നെ എല്ലാരും പറയും ഞാനും പോവെന്ന് പറയും. അതെല്ലാവർക്കും പറയാം, അത് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഉറപ്പുണ്ടോ എന്നുള്ളതാണ് വിഷയം. ഇവിടെ പൗലോസ് പറയാ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖി. അപ്പൊ ഇത് തെസ്സലോനിക്ക സഭയോട് പറയുക, സഭയെ, ദൈവസഭയെ, നിങ്ങൾ മറ്റുള്ളവരെ പോലെ, ഈ പ്രത്യാശയില്ലാത്തവര് പറയുന്ന പോലെ, അവര് ദുഃഖിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾക്കൊരു അറിവുണ്ടാകണം. കാരണം അടുത്ത പറയുക, യേശു ക്രിസ്തു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ഈ നിദ്ര കൊണ്ടവരെ കർത്താവ് എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽപ്പിക്കും. നിങ്ങൾ അതോർത്ത് എന്ത് ചെയ്യണ്ട, ഭാരപ്പെടണ്ട. നിങ്ങൾ അവിടെ ചെന്ന് എന്ത് ചെയ്യും? നിങ്ങൾ തമ്മിൽ കാണും. അതിന് ഒരു പ്രയാസവും ഇല്ല. അതിന് ഗ്യാരണ്ടിയാണെന്നാ പൗലോസ് പറഞ്ഞേക്കുന്നത്. ഈ ഗ്യാരണ്ടി പ്രാപിക്കാനാണ് നമ്മുടെ ദൈവസഭയിൽ നിന്ന് വന്നത്. മനസ്സിലായോ? ഇവിടെ വന്നത്, നാം ഒരുമിച്ച് കൂടിയത്, ഓരോ ദിവസവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ വചനധ്യാനവും എല്ലാം എന്തിനു വേണ്ടി ആയിരിക്കണം? ഈ പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്നതായിരിക്കണം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ സമയം തീരുകയാണല്ലോ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.